ഹായ്, വെൽക്കം ബാക്ക് ടു റിനോസ് വ്ലോഗ്. ഞാൻ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാനിലയിൽ വരുന്ന ഒരു ഹാഫ് kg ഒരു കേക്ക് ഡെക്കറേഷൻ്റെ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിനൊക്കെ ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിതേ സ്പഞ്ച് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും അടിഭാഗത്ത് വെച്ചിട്ടുള്ള നമ്മളെ ബട്ടർ പേപ്പർ ഒന്ന് നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതേ ഞാൻ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തന്നെ സ്റ്റിഫായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല പോലെ തന്നെ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡ് വെച്ച് അതിലേക്ക് ഞാൻ ഏറ്റവും കേക്കിൻ്റെ മുകളിൽ വരുന്ന ലെയർ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഏറ്റവും അടിയത്തെ പോർഷനായിട്ട് വെച്ച് കൊടുക്കാറ്. ഞാൻ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള സിറപ്പ് ഷുഗറും മിൽക്കും വാട്ടറും കൂടി ആഡ് ആക്കിയിട്ടാണ് കേട്ടോ. അത് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേ നമുക്ക് ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അത് ഓരോ ലെയറായിട്ട് നമ്മൾ എന്നും ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിവിടെ അടുത്തുള്ളൊരു കുട്ടി തന്നെ ഓർഡർ തന്നതായിരുന്നു. അവരുടെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഇത് ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കാം. അതും ഇതുപോലത്തെ നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാം. ഇനി ഞാൻ അടുത്ത ലെയറും വെച്ച് കൊടുക്കാം കേട്ടോ. മൂന്നാമത്തെ ലെയർ കണ്ടില്ല, ഇത് ഏറ്റവും അടിഭാഗത്തുള്ള പോർഷനാണ് മുകൾ ഭാഗത്ത് വന്നിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ അതും വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതും നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ അടിഭാഗത്തുള്ളത് വെക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഫസ്റ്റ് ചെയ്യണവർക്കൊക്കെ അങ്ങനെ ചെയ്യാവും ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് പറയുക, മറ്റേത് കേക്കിൽ നിന്ന് ഇങ്ങനെ ഒരു പൊടി ഇങ്ങനെ വരും. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും അടിഭാഗത്തുള്ള പോർഷൻ ഏറ്റവും മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കേക്ക് ചെയ്തെടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നല്ല പോലെ തന്നെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ അതേ ഞാനത് ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കുകയാണ്. ഇനി ഇതേ ഞാൻ റോസ് പിങ്കിൻ്റെ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 ഡ്രോപ്സ് ഞാൻ ഇതിലേക്ക് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കളർ ആഡ് ചെയ്തിട്ട് ഇനി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്ക് എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ 2 കളർ ആഡ് ആക്കി കൊടുക്കുമ്പോൾ ആ കേക്ക് നന്നായിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിനു ശേഷമേ നമ്മളിത് ചെയ്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ ആ വൈറ്റ് പോർഷൻ ഇങ്ങനെ ഇതിന് മുകളിലേക്ക് വന്ന് നമ്മളുടെ കളറൊക്കെ ആകെ മാറിപ്പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മളൊരു 10-15 മിനിറ്റ് ഓൾറെഡി നമ്മളത് ഒന്ന് സെറ്റ് ആവാൻ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ചെയ്തെടുക്കണതിൻ്റെ ഇടയിൽ തന്നെ ബോർഡ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്താൽ നമുക്ക് പിന്നെ ലാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ചെയ്യില്ല. കേക്കിൽ തട്ടുമെന്നുള്ള ആ ഒരു പേടിയും തോന്നൂല കേട്ടോ. അപ്പോൾ അതേ ഞാൻ കണ്ടില്ല, നല്ല പോലെ തന്നെ ഇത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നെ ഫസ്റ്റ് കേക്ക് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് തന്നെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചെറുതായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതേ പൈപ്പിംഗ് ബാഗിലേക്ക് റെഡ് കളറാണ് വിപ്പിംഗ് ക്രീം ആഡ് ആക്കിയിട്ടുള്ളത്.
ഇനി അതിൻ്റെ ഈ ലാസ്റ്റ് കാണുന്ന ഈ പോർഷൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ ഹോളേ ഇടാവും കേട്ടോ. ഇനി ഹെഡ് ഷേപ്പാണ് ഞാനിതിൽ വരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഒരു ഡോട്ട് ഇട്ട് അത് വലിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഹെഡ് ഷേപ്പാണ് ഞാൻ ഈ കേക്കിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഡെക്കറേഷൻ. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളത് കേക്കിൽ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു ബോൾ എടുത്ത് അതിന് മുകളിലാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാവൂ കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ആദ്യം ഇങ്ങനെ ചെയ്ത് കൊടുക്കാവൂ. ഞാൻ ആ കേക്ക് ചെയ്ത് ആ ബോക്സിൻ്റെ ബാക്ക് ഭാഗത്ത് തന്നെയാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ ഒരു കൈ കൊണ്ട് ഒരു കൈയിനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് നമുക്കിതുപോലെ ഹെഡ് ഷേപ്പ് കേക്കിൽ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും തോന്നുന്നു. നമ്മൾ ഫസ്റ്റ് ആ ഡോട്ട് ഇട്ടോടത്തുനിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ടേ, ഡോട്ടിട്ട് നമ്മൾ പിന്നെ അങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് രണ്ട് സൈഡിൽ നിന്നും. അപ്പോൾ അതൊരു ഹെഡ് ഷേപ്പായിട്ട് വരും. അപ്പോൾ അതേ ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതേ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് സാധാ വൈറ്റ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് അതിൻ്റെ തലപ്പൊന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ഓരോ ഡോട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അവരെനിക്ക് ഈ ഒരു പിക്കാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പിക്കിലാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ അതുപോലെ തന്നെ ഞാൻ താഴ്ഭാഗത്തും ആ ഒരു ഡോട്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഞാൻ എല്ലായിടത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.